അത്രയൊന്നും ആക്കണ്ട. എടി ലീസ, കഴിഞ്ഞ ആഴ്ച നീ ലീലാമ്മയുടെ സാരി ശ്രദ്ധിച്ചായിരുന്നു? എന്തോ തിളക്കമുള്ള സാരി എടുത്തോണ്ട് അവള് പള്ളി വന്നെന്നറിയാവോ? അവള് സാധാരണ മൂന്നാമത്തെ ബെഞ്ചിലായിരുന്നു. അതല്ല, അവള് സാധാരണ ബൈബിൾ സ്റ്റഡി 8:45 വന്ന് മുന്നേ മൂന്നാമത്തെ ബെഞ്ച് ഇരിക്കുന്നവൾ. അവള് ലേറ്റ് ആയിട്ട് പുറകിൽ നടന്ന് മുന്നിലായിട്ട് ഒന്നാമത്തെ ബെഞ്ച വന്നിരിക്കുക. കാരണം എല്ലാരും വന്ന ശേഷം അവൾ അങ്ങനെ എല്ലാരും സാരി ഒന്ന് കാണണം. നീ ശ്രദ്ധിച്ചായിരുന്നു? അവിടെ ഒരു കുണുക്കോ മാട്ടോ ഒക്കെ എനിക്ക് അങ്ങോട്ട് രസിച്ചില്ല. എടി എന്തുവാടി ലീലാമ്മയുടെ സാരിക്കകത്ത് ഇത്ര പ്രത്യേകത? അവളെക്കാ 2 ഇരട്ടി വരെയുള്ള സാരി എടുത്തോളാം ഞാൻ വന്നേ. അത് കാണാൻ നിനക്ക് കണ്ണില്ല? അതിന് നീ എവിടെ ഇരുന്ന്? ഞാൻ നിന്നെ അങ്ങോട്ട് തിരിഞ്ഞു മുടങ്ങി പാസ്റ്റർ പ്രസംഗിച്ചു വിളിക്കാൻ പുള്ളി ഇങ്ങനെ നോക്കുന്നോണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കാനും പറ്റത്തില്ല. എന്നാ ഇവള് വന്ന് മുന്നേ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ ഞാൻ ഏറിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പാസ്റ്റർ എന്തിക്കത്തില്ലേടി? ഞാൻ അവിടെ കൈ അടിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നോണ്ട് പാസ്റ്റർ എന്തിക്കത്തില്ലയോ? ഞാൻ എല്ലാരെയും വായി നോക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് സ്തോത്രാഴ്ച മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അത് തിരിഞ്ഞു നോക്കിയപ്പോ കൊറേ എണ്ണത്തെ കണ്ടു. എങ്കിലും നിന്നെ ഞാൻ ശ്രദ്ധിച്ചാടേ. എന്റെ സാരി ഉണ്ടാണോ അഭിപ്രായമൊക്കെ പറയുന്നത്? നിന്റെ സാരി റെക്കമെൻഡേഷൻ പ്രകാരം ഇവളോട് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുമായിരുന്നു. ഇവിടെ ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കഴിക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് ഞാൻ ഇവളോട് ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. എന്താ വിശേഷം? കണ്ടിട്ട് ഓ, നീ നേരത്തെ 1 മണിക്കൂർ എടുക്കുന്ന കണ്ടായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് റൂമിൽ വരാനൊക്കെ 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. അവര് അല്ലാത്ത സമയത്ത് ആ കൗണ്ടറിലൊക്കെ 3/4 മണിക്കൂർ വെച്ചെടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ബ്രേക്കിന്റെ കാര്യം നീ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഞാനാണെങ്കിൽ നീ പറ ഞാനിങ്ങനെ ഒത്തിരി അങ്ങ് സംസാരിച്ചാല് ശരിയാവും. ശരിയാണ്. ഇതിനകത്ത് കൊണ്ടടി, ഇതിനകത്ത് കൊളസ്ട്രോൾ 0 ആയി. അതുകൊണ്ടാണ് ഞാനിപ്പോ മെലോ യെലോ കുടിക്കാനും കഴിക്കാനും കിട്ടുന്നത് സമയത്ത് സ്വന്തം ചെയ്ത് കഴിക്കാൻ. ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന് അടിയായിട്ട് കൺസീലർ ശരിയായില്ലേടി? കൺസീലർ ഒക്കെ ശരിയാ, പക്ഷെ ഓർക്കൊന്നും ശരിയാണ്. ഉറക്കം എന്തോ പറയാനായിട്ടാടി. നിങ്ങളോട് എല്ലാരോടും എനിക്ക് ഒരുമിച്ചിരുത്തി പറയണമെന്നുണ്ട്. ഞാൻ എല്ലാരും ഒന്ന് ഫോൺ ചെയ്യാനിരിക്കുവായിരുന്നു കേട്ടോ. എന്തോ പറയാനായിട്ടാടി. എന്റെ അച്ഛൻ കൊറേ നാളായിട്ട് എന്നോടൊരു ബെൻസിന്റെ കാര്യം, നീ ആ പഠിച്ച സാധനം അവിടെ താഴെ വെച്ചിട്ട് ബെൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ ഇരിക്കുവാടി. ഞാൻ ഇങ്ങനെ പലവട്ടം കേട്ട് ഞാൻ അനങ്ങാതിരിക്കുവോ കേട്ടോ. പുള്ളിയുടെ ഒരു ആഗ്രഹമല്ലയോ? ഞാൻ ഇങ്ങനെ പറയുന്നതാണല്ലോ ഈ ബെൻസിന്റെ കാര്യം പറയുന്നത്. ഇതുവരെ വാങ്ങിച്ചില്ലേ? പല ഷോറൂമിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും എടുത്തടിച്ച് ഇങ്ങനെ മേടിക്കാൻ ഇത് എന്താ ബിസ്ക്കറ്റ് ആണോ? നിന്റെ അച്ഛൻ എന്തോ ബെൻസേ മാത്രമേ ഇരിക്കത്തുള്ളൂ. ബെൻസേ ഇരിക്കുന്നാടി ഒരു ഗെറ്റപ്പ്. അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് അച്ഛനോട് എന്റെ ഒരു മനസ്സിലെ സ്വപ്നമാണ് എന്റെ അച്ഛൻ ബെൻസേ ഡ്രൈവ് ചെയ്യുമ്പോ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാനില്ലയോ ബെൻസേ പോകുന്നതൊക്കെ? ആർക്കറിയാം, 2 വർഷമായി. ഞങ്ങളാണെങ്കിൽ ഒരു റാപ്പർ മേടിക്കാൻ അച്ഛൻ പറയുക അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാവർക്കും ടൊയോട്ടയും ക്യാമറയും എല്ലാം വേണമെന്നല്ലോ. നിനക്കാണെങ്കിൽ നീ അവരെക്കാൾ ഒട്ടും കുറഞ്ഞോണ്ടല്ല അച്ഛൻ. അത് ചിന്തിച്ചു എനിക്കൊരു ബെൻസ് തന്നെ വേണം. ബെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു മിറ്റത്ത് കിടക്കുമ്പോ ഒരു ഐശ്വര്യോ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും. അല്ലേലും എന്റെ അച്ഛൻ പറഞ്ഞു ശരിയാടി. ബെൻസ് നമ്മുടെ ഡ്രൈവേ കിടക്കുന്നത് നമ്മുടെ തറവാടിന്റെ മുന്നത്ത് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലയോ? ഒരു ആന നിൽക്കുന്നതിന് തുല്യമാണ്. ഷീബ പറയുന്ന എന്തോ ആനയോ? ആനയാന്ന് മുറ്റത്ത് കിടക്കേണ്ടിന്ന് പറയുന്നില്ലേ? എടീന്നാ നിന്റെ അച്ഛനോട് പറ ഒരാനയെ വാങ്ങിച്ച് ഡ്രൈവേ വാങ്ങിച്ചിട്ട് തളയ്ക്കാൻ പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. സമയം കൂടെ നോക്കണം. കുറെ നേരമായി വന്നിട്ട് എല്ലാവർക്കും മാനേജർ ഉണ്ട് കേട്ടോ. ആ പുള്ളിക്കാരുടെ ആനയും ബെൻസും ഒക്കെ അവിടെ നിൽക്കണം. ആ പുള്ളിക്കാരുടെ ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ട് പോയേക്കാം. വീട്ടിലെല്ലാം നമ്മളില്ലേ വീട്ടിലെ പണി മക്കളെ നോക്കുകയില്ല. അതിന്റെ ഇടയ്ക്ക് അച്ചായൻ ഏതാണ്ട് സ്വപ്നം കണ്ടോ, ദൈവ വിളി കേട്ടെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. എനിക്കറിയത്തില്ല, ഞാൻ അതൊന്നും കേൾക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് ജോലിക്ക് സമയമായിരുന്നു.
ആർക്കറിയാം, ഞാൻ ചോദിക്കാനൊന്നും പോയില്ലെന്ന് പറഞ്ഞില്ല. കാരണം ഇങ്ങനെ അച്ഛന്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ലായിരിക്കും. അതായിരിക്കണം, അതായിരിക്കണം. അതുകൊണ്ട് അച്ഛൻ വിളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഇറങ്ങാമായിരിക്കില്ലയോ? ഓക്കെ. ഹലോ, എന്തോ അച്ഛാ ഈ ജോലിയിലും ഇങ്ങനെ അങ്ങ് വിളിയോട് വിളിയേ? നമ്മുടെ മോനോ? അവൻ അവിടെ എവിടെയെങ്കിലും കാണും? എനിക്കറിയാമോ എവിടാണെന്ന്? അച്ഛൻ അങ്ങ് വിളിക്കേ. എനിക്കിനി അവന്റെ വായിലിരിക്കുന്ന കേൾക്കണമെന്നൊന്നുമില്ല. വീട്ടിലെ പണിയും ചെയ്യണം, ജോലിയിലെ എല്ലാം കേൾക്കുകയും ചെയ്യണം, എല്ലാം എന്താ പറയണ്ടേ, അതിന്റെ ഇടയിലായിരിക്കും അവന്റെ വായിലിരിക്കുന്ന കേൾക്കാന്. എനിക്ക് അച്ഛാ പോകാനുള്ള സമയമായി കേട്ടോ, എന്റെ ബ്രേക്ക് തീരുന്നു കേട്ടോ. ഓക്കെ എന്നാ, ബൈ. There we go. Sir. Oh, baby. Yo, with my hand. What is that? Oh, sorry. Man, watch out. Man. Oh. No, I'm supposed to hit dog. Man, we're gonna check. Watch out. Oh. You can't play by the rules back. Let's go, gingerbread man. You got no skills? Boy. Look here, Santa Claus. Look here. Hey, Santa beat it Claus. out. Beat it out. Oh, let me see you get this one. Oh, beat it out. Oh, yeah, exactly. What? Santa Claus just beat your butt. Hey, you want something? So you called You ready for this? yourself Yeah. You dig it. Steve. Yeah. Steve, you're It's his serve. Yo, strawberry. I don't think it's your serve. Let's go, Dixon. Let's go. Potatoes out. ഹലോ I think it's out. കേക്കാൻ പറ്റുന്ന എനിക്ക് ഹലോ ഹലോ പപ്പയായാലും കപ്പയായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കളിക്കുമ്പോ എന്നെ വിളിക്കില്ലെന്ന്. ഇതെന്താ കഷ്ടമോ? ചക്കരയൊന്നും അല്ല അല്ലെന്ന്. എന്തോ ഇത്ര അത്യാവശ്യം? എന്ത് മമ്മി വീണ്ടും കീച്ചിയോ? ഇത്ര അത്യാവശ്യം എന്ത് അങ്ങോട്ട് വരാൻ തെക്കാണ്? എന്തോ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞ എനിക്ക് വരാക്കത്തുള്ളൂ. ഇനി എന്ത് ഇംഗ്ലീഷിൽ പറയണോ? ഭയങ്കര കഷ്ടമാണല്ലോ ഇത്. അപ്പനമ്മ വിടുന്ന
സൗണ്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. എന്ത് കാര്യം പറയാൻ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടാ നീ ഒന്ന് വന്നത്? വന്നിട്ട് തന്നെ ഇവിടെ അതെ, ഞാൻ കളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ശല്യപ്പെട്ടു. ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്നാൽ എന്നെ ശല്യപ്പെട്ടു. കാര്യം എനിക്ക് പറയാൻ അത്യാവശ്യമായിട്ട് പറയാൻ ഞാൻ വിളിച്ചു വരുത്തിയത്. പറ, കാര്യം പറ. പറയും ഞാൻ ദൈവം എന്നെ വിളിച്ചു. ദൈവം തന്നെയാണ് വിളിച്ചത്. ഒത്തിരി ഉറപ്പാണോ? 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം. അത് മമ്മിയാണ് വിളിച്ചത്. മമ്മിയല്ല, ദൈവമാ വിളിച്ചത്. അബ്രഹാമെ വിളിച്ചു. 3 പാട് വിളിച്ചു. ഉറപ്പുന്നു. എനിക്ക് ഭയങ്കര ഉറപ്പാ. നീ പറയുന്ന കേൾക്കാം. നീ എന്റെ മോൻ നീയെ പിന്നെ ഇന്ത്യയിലേക്ക് ദൈവവേലയ്ക്കായി ആദിവാസികളുടെ പോകണമെന്ന് ദൈവം എന്നോട് പറഞ്ഞതാ. കഴിക്കുന്ന സാധനം വരെ ഉള്ളത്. ട്രൈബൽ കേട്ടിട്ടില്ലേ? ട്രൈബൽ ഇന്ത്യയില് അവിടെ പോണെന്ന് പറഞ്ഞു. ദൈവം ഞാൻ അനുസരിക്കണം. അനുസരിക്കണം. ഡാഡിക്ക് തെറ്റിപ്പോതായിരിക്കും. ദൈവം പറഞ്ഞ ഡാഡിയോട് വല്ല പോകാനായിരിക്കും. ഞാൻ ഡാഡി എന്നെക്കാട്ടും വലിയ എന്നോട് ദൈവം പറയും. നിന്നോടാ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് നിന്നോട് പറയാം. നീ എന്നോട് പറയാം. നീ പോയത്തുള്ളൂ. നമുക്ക് ഇത്രയൊക്കെ സൗകര്യം തന്നത് ആരാണ്? ദൈവം അല്ലയോ? ഇത്ര വലിയ വീടില്ലയോ? കാറില്ലയോ? നിന്നോടാ ദൈവം പറഞ്ഞു. അപ്പൊ നിന്നോട് പറയുന്നത് അനുസരിക്കണം. അപ്പൊ അപ്പനൊന്ന് കേൾക്കാൻ പറ്റും. നിനക്ക് അപ്പം പറയുന്നത് കേൾക്കാം. അനുസരിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഓരോ സാധനങ്ങളൊക്കെ ഗുഡ് വില്ലില്ല എല്ലാവർക്കും കൊടുക്കാൻ പോയി. നിർത്തലായത് എന്ത് പോയത്? ഇതെന്തിന് കാണിക്കുന്നേ? എന്റെ ഗിറ്റാർ ഞാൻ കൊടുക്കുവാ. അപ്പം പറഞ്ഞനുസരിക്കാൻ വൈകി കൊടുക്കുവാ. ഇതെങ്ങോട്ട് പോകുന്നു? അനുസരിക്കാൻ നിനക്കൊന്നും വേണ്ട. എന്റെ സാധനം ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നത്? പറഞ്ഞു. ഓ വേണ്ട, എന്താ വലിച്ചാടോ? All right, 3, 2, 1. Time to press some fire. Suavecito, mamacita, abajo. Voy a darte cosas que necesitan abajo. Mami, toma por tu bebecita abajo. ജോലിക്ക് പോണം. അതിന്റെ ഇടയില സ്വപ്നം കാണുന്നത്. ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പുതിയ നിയമത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രികാലം വിശുദ്ധന്മാരായിരിക്കുന്ന നമുക്ക് ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുവാൻ സന്നദ്ധയുള്ളവരാണോ? എന്നാൽ ഇന്ന് രാത്രികാലം നാം കാണുന്ന ഈ ഫിലിം ഷോ കണ്ട് നാം ദൈവത്തിന്റെ കൽപ്പനയോ തെറ്റിക്കുന്നവരാണോ, അതോ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണമുള്ളവരാണോ എന്ന് നമുക്ക് സ്വയമായി ശോധന ചെയ്യാം. വീഡിയോയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.